ഹായ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉടുപ്പിക്കാൻ പോകുന്ന സാരിയാണ്. ഇത് ഗ്രീൻ കളറില് ഗോൾഡൻ ലൈൻ വരുന്ന സാരിയാണ്. ഇതിന് പല്ലു പോഷന് വർക്കൊന്നും വരുന്നില്ല, ചെണ്ട് മാത്രം ഇതിൽ വരുന്നുള്ളൂ. അതിന്റെ ബ്ലൗസ് പീസാണ് ഇത്. ഗ്രീൻ കളർ തന്നെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സാരി ഒന്ന് ഉടുപ്പിച്ച് നോക്കിയാലോ. ഇത് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത്. നല്ല XXL ആണ് ഈ ബ്ലൗസ് വരുന്നത്. 200 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതിന്റെ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. പച്ചയും മജന്ത കളറും. കോട്ടൺ സാരിയിലാണ് കേട്ടോ വരുന്നത്. കോട്ടൺ സാരിയാണ്. കോട്ടൺ സാരിയില് ഗോൾഡൻ കളറ് ലൈൻസ് ആണ് വരുന്നത്. കോട്ടൺ സാരി ആയതുകൊണ്ട് നമുക്ക് ഉടുക്കാനും എളുപ്പമാണ്. എറിയൊക്കെ എടുത്താൽ തന്നെ നല്ല വൃത്തിക്ക് അത് കിടക്കുകയും ചെയ്യും. സാരി ഞാൻ ഉടുക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ പിൻ ചെയ്തിട്ടേ ഉടുക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉടുക്കുന്ന സമയത്ത് ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ കയറി കഴുത്തിലേക്ക് ഇങ്ങനെ വരും. നമ്മൾ കഴുത്തിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഞാൻ ഉടുക്കുന്ന സമയത്ത് ഇത് ബൊമ്മയാണ്, പക്ഷെ ഞാൻ ഉടുക്കുന്ന സമയത്ത് എപ്പോഴും ഇവിടെ ഒരു ഇവിടെ കുത്തും. അത് പിന്നെ കുത്തിയാല് നമ്മൾ ഈ ഞെറി ഇങ്ങോട്ട് കേറി വരില്ല, ഇത്രക്കേ ഇതിന്റെ ഞെറി വരുള്ളൂ. അതുപോലെ നമ്മൾ ഉടുക്കുന്ന സമയത്ത് ഈ ഒരു വശം ഇങ്ങോട്ട് ചേർന്ന് ഇവിടെ പിൻ ചെയ്ത് വെച്ചാല് നമ്മൾ ഉടുക്കുന്ന ഈ ഭാഗം ഇവിടെ നല്ല വൃത്തിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഉടുക്കുമ്പോൾ ഈ വശം ഇങ്ങനെ വൃത്തിയിൽ ഇവിടെ ഇങ്ങനെ കിടക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത്.
ബാക്കി വരുന്ന ഭാഗം പുറകിലേക്ക് കുത്തി വെച്ചാൽ മതി. ഇവിടെ ഒന്ന് ടൈറ്റ് ആയി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ച് ഞെറി ഒന്ന് വലിക്കുമ്പോൾ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. ഈ ബാക്കി വരുന്ന വശങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്തത് ഞെറി ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ പിൻ ചെയ്ത് വെച്ചത്. ഇവിടെ പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഉടുക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ഞെറിയും ഈ ഞെറിയും എല്ലാം കൂടെ ചേർത്ത് ഉള്ളിലേക്ക് പിൻ ചെയ്ത് ഇവിടെ പിൻ ചെയ്ത് വെച്ചാൽ ഇവിടെ ഇവിടുത്തെ ഈ ഒരു പോർഷൻ വലിഞ്ഞു കിട്ടുകയും ചെയ്യും. ഇവിടെ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ വലിച്ച് ടൈറ്റായിട്ട് ഇവിടെ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ സാരി പിന്നെ ഊരി പോവില്ല. നല്ല ടൈറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് ഞാൻ ഉടുപ്പിച്ച സാരി? ഇത് കോട്ടൺ സാരി ആയതുകൊണ്ട് നല്ല വൃത്തിക്ക് നിൽക്കുകയും ചെയ്യും. നല്ല പ്ലീറ്റുകളൊക്കെ നല്ല വൃത്തിയിൽ അവിടെ അങ്ങനെ കിടന്നു. ഈ കൊത്തുന്ന ഈ ഒരു പ്ലീറ്റ് വരുന്നതിന്റെ മറവിലായിട്ട് ഇത് ഇങ്ങനെ വരും. എന്നാൽ ആ സാരി ഉടുത്തതിനൊരു ഭംഗി ഉണ്ടാവും. അപ്പൊ ഞാൻ ഉടുപ്പിച്ച സാരി എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.